ഫുക്രയിലേക്ക് സ്വാഗതം. ഇന്നിതാ വീണ്ടും ഒരു ഹൈ വോൾട്ടേജ് ഗെയിം. സ്പെയിൻ വേഴ്സസ് ബെൽജിയം ക്വാർട്ടർ ഫൈനലാണ്. അതിഗംഭീര കളിയായിരിക്കും എന്നതിൽ തർക്കമില്ല. സ്പെയിൻ ഈ ലോകകപ്പിൽ ഇതുവരെയും ഒരു ഗോൾ പോലും വാങ്ങാതെയാണ് വന്നിരിക്കുന്നത്. ഒരൊറ്റ ഗോൾ പോലും വാങ്ങാതെയാണ് അവർ ഒരു കളി പോലും തോൽക്കാതെയാണ് വന്നിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം 5 മത്സരങ്ങളിൽ 9 ഗോളാണ് അടിച്ചിട്ടുള്ളത്. അവർ ഈ ലോകകപ്പ് നേടുമെന്ന് സൂപ്പർ കമ്പ്യൂട്ടർ പോലും പ്രവചിച്ചിട്ടുള്ള ഒരു ടീമാണ്. അതിശക്തമായ ടീം തന്നെയാണ് അവർ അതിൽ തർക്കമൊന്നുമില്ല. അവരുടെ മിഡ്ഫീൽഡ് ആയാലും പിന്നെ അറ്റാക്കിംഗ് പിന്നെ സൈഡിലായാലും ഒക്കെ അവരുടെ ഡിഫൻസ് ആയാലും ഒക്കെ ഗംഭീര ടീമുകളാണ്. പ്രത്യേകിച്ച് മിഡ്ഫീൽഡിൽ റോഡ്രി, പെദ്രി ഒക്കെ ഉള്ള പിന്നെ ഡാനി ഓൾമോ, റോഡ്രി, പെദ്രി, ഡാനി ഓൾമോ ഈ 3 പേരും തന്നിട്ടുള്ള മിഡ്ഫീൽഡ് അതിശക്തമാണ്. മുന്നേറ്റത്തിൽ യമാലുണ്ട് ഗോളടിക്കാൻ. പിന്നെ യമാലിന് അടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒയർസബാലുണ്ട്. ഒയർസബാലും നന്നായിട്ട് ഗോളടിക്കുന്നുണ്ട്. ഇതാണ് അവസ്ഥ. അപ്പോൾ അവർ എല്ലാം കൊണ്ടും ശക്തമായ ടീമാണ്. പക്ഷെ അവർ നേരിടുന്ന ഒരു പ്രതിസന്ധി ഫിനിഷിങ്ങിൽ ചില പാളിച്ചകൾ അവർക്ക് വരുന്നു. നല്ല അവസരങ്ങൾ കിട്ടിയാലും ചിലപ്പോൾ ഗോളടിക്കാൻ പറ്റുന്നില്ല. ആ ഫിനിഷിംഗ് മികവിലെ പ്രശ്നമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതർവൈസ് അവർ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു ടീമാണ്. അത് വലിയ പ്രശ്നമാണ്. അവർ പൊസഷൻ ഫുട്ബോൾ കളിക്കുന്ന ടീമാണ് ഈ സ്പെയിൻ. പന്ത് കാലിൽ വെച്ചുകൊണ്ടേ കളിക്കുക, പൊസഷൻ കൂടുതലായിട്ട് എടുത്ത് കളിക്കുന്ന ടീമാണ്. അപ്പം ആ പൊസഷൻ ഫുട്ബോൾ തന്നെ ആയിരിക്കും ഇന്നും അവരുടെ പിന്നെ ഫലമായിട്ട് അവർ ആ രീതി തന്നെ, ആ തന്ത്രം തന്നെ ആയിരിക്കും അവർ പയറ്റുക. അതേസമയം ബെൽജിയത്തെ സംബന്ധിച്ചിടത്തോളം ബെൽജിയം വരുന്നത് കഴിഞ്ഞ 18 കളികളും തോൽക്കാതെയാണ്. 18 കളികളായിട്ട് അവർ തോറ്റിട്ടില്ല എന്ന ഭയങ്കര വലിയൊരു റെക്കോർഡ്. വലിയ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലുക്കാക്കു 3 ഗോൾ അടിച്ചു കഴിഞ്ഞു. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയിട്ടാണ് ഗോളുകൾ അടിക്കുന്നത്. അവരുടെ കെവിൻ ഡിബ്രൂയ്നെ മാസ്റ്ററോ ആണ്, മിഡ്ഫീൽഡ് മാസ്റ്ററോ ആണ്. ഇവരെല്ലാം ഉണ്ട്. അവർ സ്പെയിനിന് എന്തുകൊണ്ടും പിന്നെ വെല്ലുവിളി ഉയർത്താൻ പോകുന്ന ടീം തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ളത്, ഭയങ്കര ഹൈ പ്രസ്സിങ് ഗെയിം വരുമ്പോൾ ഡിഫൻസ് ആകെ ഉലയുന്നു എന്നുള്ളതാണ്. പ്രതിരോധത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നല്ല സമ്മർദ്ദം വന്നാൽ ആ ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ്. എന്തായാലും അത് മുന്നേറ്റത്തിൽ ഗോളുകളിലൂടെ അത് മറികടക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ബെൽജിയം വരുന്നത്. എന്തായാലും ഇന്നത്തെ കളി അതിഗംഭീരമായിരിക്കും. ആരും മിസ് ചെയ്യരുത്.